9 കിലോമീറ്റർ നീളമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് നോക്കാം. മധ്യ വിയറ്റ്നാമിലെ ക്വാങ് ബേൻ പ്രവിശ്യയിലെ ഹോങ് നാ കി ബാങ് ദേശീയോദ്യാനത്തിലെ സൺഡൂങ് ഗുഹയാണ് ഇത്. ലാവോസ് വിയറ്റ്നാം അതിർത്തിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ഗുഹ ഇന്ന് പ്രസിദ്ധമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളം സഞ്ചാരികൾ ഗുഹയ്ക്കുള്ളിലെ കാഴ്ചകൾ കാണാനെത്തുന്നു. സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം പുലിമുരുകന്റെ ക്ലൈമാക്സിന് പ്രചോദനമായത് ഈ ഗുഹയായിരുന്നു എന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നത്. കൂടാതെ വിവിധ ഭാഷകളിലായി സൂപ്പർ ഹിറ്റ് ചലച്ചിത്രങ്ങൾക്കും സൺഡൂങ് ഗുഹ വേദിയായിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹയെക്കുറിച്ച് കൂടുതൽ അറിയാം. പുരാവസ്തു ഗവേഷകരുടെ പഠനങ്ങൾ പ്രകാരം ഗുഹയ്ക്ക് ഏകദേശം 50 ലക്ഷം വർഷങ്ങൾ പഴക്കം കണക്കാക്കുന്നു. ഏകദേശം 9 കിലോമീറ്ററോളം നീളവും 200 മീറ്റർ ഉയരവും 150 മീറ്റർ വീതിയുമാണ് ഗുഹയ്ക്കുള്ളത്. അതായത് ഒരു ബോയിങ് 747 വിമാനത്തിന് കയറുവാൻ കഴിയുന്നത്ര സ്ഥലമുണ്ട് ഗുഹയിൽ. ഹോഖാൻ എന്നു പേരായ ഒരു വിയറ്റ്നാമീസ് കർഷകനാണ് 1990-ൽ ഗുഹ ആദ്യമായി കണ്ടെത്തിയത്. ഒരിക്കൽ ഈ പ്രദേശത്തു കൂടി സഞ്ചരിക്കവേ ഗുഹയിലേക്കുള്ള പ്രവേശന കവാടം ഇദ്ദേഹം കണ്ടെത്തി. എന്നാൽ അപകടകരമായി തോന്നിയതിനാൽ ഇതിനുള്ളിലേക്ക് പോയില്ല. പിന്നീട് 2009-ൽ ബ്രിട്ടീഷ് കേവ് റിസർച്ച് അസോസിയേഷൻ ഹോങ് നാ കി ബാദിൽ നടത്തിയ സർവേയുടെ ഭാഗമായി ഇവിടെ കൂടുതൽ തിരച്ചിലുകൾ നടത്തിയതോടെയാണ് ഗുഹയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. പർവ്വതത്തിലെ അരുവി എന്നർത്ഥം വരുന്ന സൺഡൂങ് എന്ന പേര് ഗുഹയ്ക്ക് നൽകിയതും ഇവർ തന്നെയായിരുന്നു. ഗുഹയ്ക്കുള്ളിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് മറ്റൊരു ലോകം തന്നെയാണ്. ഗുഹയ്ക്കുള്ളിലൂടെ റവോ തൂങ് നദിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. കൂടാതെ അരുവികളും വെള്ളച്ചാട്ടങ്ങളും തടാകങ്ങളും 50 മീറ്ററോളം ഉയരമുള്ള മരങ്ങൾ നിറഞ്ഞ കാടുമെല്ലാം ഈ ഗുഹയിലുണ്ട്. വിള്ളലുകളിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശത്തിൽ തെളിയുന്ന കാഴ്ചകൾ ഒരു മായാലോകമാണ് മുന്നിൽ തുറന്നിടുക. കുരങ്ങന്മാരും പാമ്പുകളും എലികളും കിളികളും വവ്വാലുകളും തുടങ്ങി നിരവധി ജീവജാലങ്ങൾ ഇതിനുള്ളിൽ വസിക്കുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ ഫോസിലുകളും ഇതിനുള്ളിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയിരുന്നു. ഉള്ളിൽ നല്ല ഇരുട്ടായതിനാൽ ടോർച്ച് പോലെയുള്ള ഉപകരണങ്ങൾ കൊണ്ടാണ് എല്ലാവരും ഉള്ളിലേക്ക് പോകുന്നത്. 2013-ലാണ് ഇവിടെ വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുന്നത്. ഗുഹയിലേക്ക് പ്രവേശിക്കുവാൻ പ്രത്യേകം അനുമതി വേണം. പാരിസ്ഥിതിക പ്രാധാന്യം കണക്കിലെടുത്ത് വർഷത്തിൽ പരമാവധി 300 മുതൽ 500 പേർക്ക് മാത്രമാണ് ഗുഹയ്ക്കുള്ളിൽ പ്രവേശനം അനുവദിക്കുന്നത്. ടൂറിസം ആവശ്യങ്ങൾക്കായി ഗുഹയിൽ പ്രവേശിക്കുവാൻ ഓക്സാലിസ് അഡ്വഞ്ചർ ടൂറുകൾക്ക് മാത്രമേ അനുമതിയുള്ളൂ. എന്നിരുന്നാലും മഴക്കാലത്ത് ഗുഹയിലേക്ക് ആരെയും കടത്തിവിടാറില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.